അസ്സലാമു അലൈക്കും സഹോദരിമാരെ, മക്കളെ. സഹോദരിമാരെ, നമ്മുടെ മുഖത്ത് നല്ല ഭംഗിയും നൂറും ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറില്ലേ? അതിനായി നമുക്ക് അള്ളാഹുവിനോട് തന്നെ ചോദിക്കാം. നമ്മുടെ സൗന്ദര്യത്തിനും മനസ്സിനും നൂറിനും വേണ്ടി പറയാവുന്ന ദിക്റുകളും ദുആകളുമാണ്. നമ്മളിൽ പലരും സൗന്ദര്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയും മുഖം ഭംഗിയായിരിക്കണം, മുഖത്ത് നല്ല നൂറുണ്ടാകണം, നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും. അതിനുവേണ്ടി നമ്മൾ മുഖത്ത് പലതും ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. സൗന്ദര്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് സൗന്ദര്യം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഉടമയായ അള്ളാഹുവിനോട് തന്നെ നമുക്ക് ചോദിക്കാം. അള്ളാഹുവിൻ്റെ നാമം വിളിച്ച് ദുആ ചെയ്യാനും അവനോട് നന്മയും നൂറും സൗന്ദര്യവും ചോദിക്കാനും നമുക്ക് തീർച്ചയായും കഴിയും. അള്ളാഹുവിൻ്റെ മനോഹരമായ നാമങ്ങളിൽ ഒന്നാണ് അന്നൂർ, അഥവാ യാ നൂറ് യാ അല്ലാഹ്, യാ നൂറ് യാ അല്ലാഹ്, യാ നൂറ് യാ അല്ലാഹ് എന്ന് വിളിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. യാ നൂറ് യാ അല്ലാഹ് എന്ന് ഈ ഇസ്മ ഓതി വെള്ളത്തിലോതി മുഖം കഴുകിയാലും മുഖം പ്രകാശിക്കും. അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ നൂർ നൽകണമേ, എൻ്റെ ജീവിതത്തിൽ നന്മ നൽകണമേ, എൻ്റെ മുഖത്ത് സമാധാനത്തിൻ്റെ നൂറ് നൽകണമേ എന്ന്, എൻ്റെ സ്വഭാവം മനോഹരമാക്കണമേ എന്ന് ചോദിക്കണം. യാ നൂർ യാ അല്ലാഹ് എന്ന് ചൊല്ലുക എപ്പോഴും. ഇതിന് കാരണം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചിലരുടെ മുഖത്ത് വലിയ അലങ്കാരങ്ങളൊന്നുമില്ലെങ്കിൽ കാണുമ്പോൾ നല്ല പ്രത്യേക ഒരു ഭംഗി തോന്നും. അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു സമാധാനമൊക്കെ ഉണ്ടാകും. അതുപോലെ ചിലർക്ക് പുറമേ വളരെ ഭംഗിയുണ്ടെങ്കിലും പെരുമാറ്റം മോശമാണെങ്കിൽ ആ സൗന്ദര്യം നമ്മളെ ആകർഷിക്കില്ല. അതുകൊണ്ട് മുഖത്തിൻ്റെ സൗന്ദര്യത്തോടൊപ്പം സ്വഭാവത്തിൻ്റെ സൗന്ദര്യവും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. ഇതിനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വളരെ മനോഹരമായ ഒരു ദുആ ഉണ്ട്. നമ്മുടെ സൗന്ദര്യത്തോടൊപ്പം നമ്മുടെ സ്വഭാവത്തിൻ്റെ സൗന്ദര്യവും ഉണ്ടാകുവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ അന്ത ഹസന്ത ഖൽഖി, അല്ലാഹുമ്മ അന്ത ഹസന്ത ഖൽഖി ഫഹസിൻ ഖുൽഖി. അർത്ഥം: അല്ലാഹുവേ, നീ എൻ്റെ രൂപം മനോഹരമാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും മനോഹരമാക്കണമേ. ഈ ദുആ എത്ര മനോഹരമാണെന്ന് നോക്കൂ. നമ്മൾ സാധാരണ സൗന്ദര്യം ചോദിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭംഗി മാത്രം ചിന്തിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ദുആയിൽ രൂപത്തിൻ്റെ സൗന്ദര്യത്തോടൊപ്പം സ്വഭാവത്തിൻ്റെ സൗന്ദര്യവും ചോദിക്കുകയാണ്. ഈ ദുആ എപ്പോഴും ചൊല്ലുക. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ദുആ ചെയ്യുന്ന സമയത്തും ഈ അർത്ഥം മനസ്സിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തോടൊപ്പം നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യത്തിനും ഇത് നല്ലതാണ്. നമ്മുടെ നാവിൽ എപ്പോഴും ഇസ്തിഗ്ഫാർ ഉണ്ടാകണം. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. പാപമോചനത്തിന് അള്ളാഹുവിനോട് ചോദിക്കുക. കാരണം നമ്മുടെ ഹൃദയവും മനസ്സിൻ്റെ മനസ്സ് ശുദ്ധമാകുമ്പോൾ അതിൻ്റെ സ്വാധീനം നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലും കാണും. അതുപോലെ സ്വലാത്ത് ചൊല്ലുന്നതും ശീലമാക്കാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വലാ ആലി മുഹമ്മദ്. നമ്മുടെ ലക്ഷ്യം വെറും എനിക്ക് കൂടുതൽ സുന്ദരിയാകണം എന്നത് മാത്രത്തിൽ ഒരുങ്ങുക. അള്ളാഹുവേ, നീ എനിക്ക് നൽകിയ രൂപത്തിൽ ബർക്കത്ത് നൽകണമേ, എൻ്റെ ഹൃദയം മനോഹരമാക്കണമേ, എൻ്റെ സ്വഭാവം മനോഹരമാക്കണമേ, എൻ്റെ മുഖത്ത് സന്തോഷവും സമാധാനവും കാണപ്പെടുത്തുന്ന രീതിയിൽ എന്നെ മാറ്റണമേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മുഖം പ്രകാശപൂരിതവും നൂറ് തെളിയും, നല്ല സൗന്ദര്യം തെളിയും. അപ്പോൾ അള്ളാഹു നമ്മുടെ പുറമേയും അകവും മനോഹരമായി തീർക്കും. നമ്മുടെ മുഖത്ത് നൂറും, ഹൃദയത്തിൽ ഈമാനും, സംസാരത്തിൽ മാധുര്യവും, സ്വഭാവത്തിൽ നന്മയും ഉണ്ടാകും. ഇതൊക്കെ കാരണം കൊണ്ട് നമ്മുടെ മുഖത്ത് നൂറ് തെളിഞ്ഞാൽ മുഖത്തിന് സൗന്ദര്യമായി, ഹൃദയത്തിൽ ഈമാൻ വന്നാൽ ഹൃദയം സൗന്ദര്യമായി, സംസാരത്തിൽ മാധുര്യവും സ്വഭാവത്തിൻ്റെ നന്മയും വന്നാൽ എല്ലാം നമുക്ക് എല്ലാം തികഞ്ഞ സൗന്ദര്യവാരായി നമ്മൾ മാറി. അങ്ങനെ എല്ലാവരും യാ നൂറ് യാ അല്ലാഹ്, യാ നൂറ് യാ അല്ലാഹ്. മുഖം നൂറ് പ്രകാശപൂരിതമാക്കണേ അള്ളാഹു. എൻ്റെ മുഖത്ത് നൂറ് നൽകണമേ, എൻ്റെ രൂപത്തിന് ഭംഗിയും ബർക്കത്തും നൽകണമേ, എൻ്റെ ഹൃദയവും സ്വഭാവവും മനോഹരമാക്കണമേ എന്ന് ചോദിക്കുക. പക്ഷേ സൗന്ദര്യം എന്ന് പറയുന്നത് നിറം മാറുന്നതോ മുഖത്തിൻ്റെ രൂപം മാത്രം മാറുന്നതോ അല്ല. മുഖത്ത് കാണുന്നത് നൂറ്, നമ്മുടെ പുഞ്ചിരി, സമാധാനമുള്ള ജീവിതം, നല്ല സ്വഭാവം, ഇതൊക്കെയാണ് നമ്മുടെ സൗന്ദര്യം. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പുറമേയുള്ള സൗന്ദര്യം ഒരു അകത്തുള്ള സൗന്ദര്യവും ഒരുമിച്ച് ചോദിക്കാം. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ എല്ലാവർക്കും നമുക്ക്
എല്ലാവർക്കും ഈമാനും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുഖത്തെ സൗന്ദര്യം പോലെ തന്നെ നമ്മുടെ ശരീരത്തും മനസ്സും ഈമാനും തഖ്വയും ഉള്ളവരായി മാറട്ടെ. ആമീൻ യാ റഹ്മാൻ റഹീം. ഈ ദിക്റുകളെല്ലാം ചൊല്ലി നമ്മുടെ മക്കളുടെ മുഖത്ത് തടവി കൊടുക്കുക, വെള്ളം ഊതി കഴുകി കൊടുക്കുക. അവരുടെ മനസ്സും ശരീരവും എല്ലാം ശാന്തമായി സൗന്ദര്യമുള്ളവരായി